നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഇടം പിടിച്ച് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും 7ാം ക്ലാസ്സിലെ സാമൂഹികശാസ്ത്ര പാഠപുസ്തകത്തിലെ 4ാം അധ്യായത്തിലാണ് ചാവറയച്ചൻ ഉൾപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കുര്യാക്കോസ് അച്ഛന്റെ ഇടപെടൽ വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സഭാ നേതൃത്വം വ്യക്തമാക്കി. അവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പള്ളിക്കൂടത്തിന്റെ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന കാലത്ത് ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലാണ് ആദ്യമായി സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് അവർണനും സവർണനും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ചാവറയച്ചൻ അവസരമൊരുക്കിയത്. ചാവറയച്ചൻ ഇവിടെ നിന്നും കൊളുത്തിയ പ്രകാശദീപമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വെളിച്ചം പകർന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന നായകരുടെ പട്ടികയിൽ ചാവറയച്ചനെയും ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ രൂപത്തിലുള്ള സംഭാവനകൾ ചാവറയച്ചൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ചാവറയച്ചൻ്റെ ജീവിതത്തിലും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തി അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും പവിത്രമായ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രംഗത്തുമെല്ലാം നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രയേടുകളിൽ ഇപ്പോൾ സ്ഥാനം പിടിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പാഠപുസ്തകത്തിലായിരുന്നാലും മ്യൂസിയം നിർമ്മിച്ചുകൊണ്ടായിരുന്നാലും ചാവറയച്ചനെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കാലവും ചരിത്രമുള്ള ഒരു കാലം ചാവറയച്ചനെ അനുസ്മരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഗവൺമെൻറ് ഇടപെടലുണ്ടായത് അതിലേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, വൈകുണ്ഠസ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ദാക്ഷായണി വേലായുധൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എന്നിവർക്കൊപ്പമാണ് ചാവറയച്ചനും ഇടം പിടിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സഭാ നേതൃത്വം വ്യക്തമാക്കി. നാളിതുവരെ അദ്ദേഹത്തെ ഇങ്ങനെ തിരസ്കരിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുമാത്രം എങ്ങനെയാണ് നമ്മൾ ഈ നവോത്ഥാന നായകന്മാരെ തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് പല അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതും. ഇപ്രാവശ്യം അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു സമീപനം ഉണ്ടാകുകയും ചാവറയച്ചനെ കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് അദ്ദേഹം ഇറങ്ങിച്ചെല്ലണം, അദ്ദേഹം തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ കുഞ്ഞുങ്ങൾ അറിയണം എന്നൊക്കെ ഒരു ചിന്ത സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുകയും അദ്ദേഹത്തെ പുസ്തകത്താളുകൾ കയറ്റി വെക്കുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഞാൻ സർക്കാരിനോട് ഒത്തിരി അധികം നന്ദി പറയുന്നു. നല്ല കാര്യങ്ങൾ ഇനിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിലേറാനായിട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ അദ്ദേഹം നിർബന്ധമാക്കി. ഇതാണ് പള്ളിക്കൂടമെന്ന വാക്കിൻ്റെ ഉത്ഭവത്തിന് കാരണമായത്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയിൽ ചാവറയച്ചൻ്റെ കയ്യൊപ്പ് തെളിഞ്ഞു നിൽപ്പുണ്ട്. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.